ജയച്ചാച്ചൻ വരുമ്പം ചിലപ്പോൾ ഇറച്ചി കൊണ്ടുവരും. അതിന് ഫുഡ് ഉണ്ടാക്കാനുള്ള സംഭവം എല്ലാം സെറ്റ് ചെയ്ത് കൂട്ടെല്ലാം ഫുള്ള് സെറ്റാക്കി വെച്ചേക്കും. ഇത് മൊത്തത്തിൽ ഒറ്റടിയിലിട്ടാൽ മതി. ഫോണ് ചെരുപ്പന്തി അവിടെ കൊണ്ടിട്ട് അവിടെ കൊണ്ടിട്ട് കാണും. ഏതാ ഇതിനെനിക്ക് നല്ല ദേഷ്യം വരും ചില സമയം കേട്ടോ. എൻ്റെ സ്വഭാവം മനുഷ്യനെ ഇതിനെ കൂടെ വിടത്തില്ല. അവിടെ എങ്ങനെ ലോക്ക് ചെയ്യാനുള്ള പരിപാടി നോക്കണം കേട്ടോ. ലോക്ക് ചെയ്തിടാന്നുള്ള എല്ലാ ആഴ്ച ഉടനെ വിടാം. ഇത്രയും നാളിലേക്ക് ഏറ്റവും സമയം പോയിരുന്ന നമ്മൾ കട്ട് ചെയ്തിട്ടേക്കുന്ന കുത്തിക്കളയുന്ന മാത്രമേ ഉള്ളായിരുന്നു ഇത്രയും ദിവസം. വേറെ എല്ലാ പണികളും. പക്ഷേ ഇപ്പം കഴിഞ്ഞ ദിവസമൊക്കെ ചെറുതായിട്ട് കട്ട് ചെയ്യാനൊക്കെ തുടങ്ങി. ഇന്നലെ കുറേ കട്ട് ചെയ്തു. ഞാനിപ്പോൾ കട്ടിങ്ങിലോട്ട് വന്നിട്ടുണ്ട്. അതുകൊണ്ട് ആ പൊടി കൂടുതൽ വരും ദേഹത്തോട്ട്. ഇപ്പം മാസ്ക് മറ്റേ പോലത്തെ ഒരു സാധനം വെക്കുന്നുണ്ട്. പിന്നെ കണ്ണാടി അത് തരി തെറിക്കും കണ്ണിലോട്ടൊക്കെ. അതുകൊണ്ട് ആ കണ്ണാടി പോലത്തെ കണ്ണാടിയും വെക്കുന്നുണ്ട്. തല വീഴാതിരിക്കാൻ തൊപ്പിയും വെക്കുന്നുണ്ട്. അപ്പം വലിയ കുഴപ്പമൊന്നുമില്ല. ദേഹത്ത് അധികം പൊടിയാകുന്നില്ല. അങ്ങനെ പോകുന്നു. പക്ഷേ ആ പണി വലിയ കുഴപ്പമില്ല ഇപ്പം. അതൊക്കെ ചെയ്യാം. പക്ഷേ വേറെ ഇടയ്ക്കിടയ്ക്ക് വേറെ പുതിയ ഓരോ പരിപാടി വരും. അതൊക്കെ ഇച്ചിരി കട്ടിയാണ് ചില പണിയൊക്കെ. അത് പക്ഷേ എനിക്ക് തോന്നുന്നു ചെയ്തൊരു പരിചയമാകുമ്പം പിന്നെ അത് വലിയ പ്രശ്നമല്ലെന്ന് തോന്നുന്നു. നമ്മൾ ചെയ്ത് പരിചയമാകുന്ന വരെയുള്ള പ്രശ്നമുള്ളൂ ഇതൊക്കെ. ആദ്യം വലിയ പാടുണ്ടായിരുന്ന പണിയൊന്നും ഇപ്പോൾ അത്ര വലിയ പാടല്ല. ആദ്യം എല്ലാ പണി ചെയ്തപ്പോഴും കുറച്ച് പാട് തോന്നി. ആ പാടൊക്കെ ഇപ്പം മാറി സ്മൂത്തായി വരുന്നുണ്ട് കാര്യങ്ങൾ. കൂടെയുള്ള പയ്യനുണ്ടല്ലോ, അവനൊരു 12 വയസ്സുള്ളൂ. അവനാണെങ്കിൽ പാടാണ്, ഇത് പറ്റത്തില്ല, നിർത്തുക എന്നൊക്കെയുള്ള രീതിയിലൊക്കെ പറയുന്നുണ്ട്. അവനൊരു പക്ഷേ ഒരു താല്പര്യമില്ലാത്ത ചെയ്യുന്നതുകൊണ്ടായിരിക്കാം അവനത് ഇതുവരെ എന്നെക്കാട്ടി മുമ്പ് വന്നതാണ്. അവനെപ്പോഴും അതൊക്കെ വലിയ പാട് തന്നെ. കട്ട് ചെയ്യാനും തുടങ്ങിയിട്ടുമില്ല. ഇല്ല, അവിടെ സ്ഥിരം പണിയാണ്. എങ്ങനെയാന്ന് ഇടയ്ക്ക് വിളിക്ക്. ഞായറാഴ്ച നോക്കാം. ആ സമയം പോയതുകൊണ്ടൊരു KSRTC കയറിയതാണ്. 3 പ്രൈവറ്റ് ബസ്സാണ് അതിനെ ഓവർടേക്ക് ചെയ്ത് പോയത്. എന്നാ വണ്ടിയാണോ? പിണറായിയുടെ പരസ്യം വെച്ചേക്കുന്നതുകൊണ്ടാണെന്ന് തോന്നുന്നു. KSRTCയുടെ പുറകെ വന്നൊരു ബസ്സാണ് ഉണ്ടാക്കാത്തത്. അത് അതിനെക്കാട്ടി മുമ്പേ ഇവിടെ ഇവനോട് ഞാൻ പൊക്കോളാൻ പറഞ്ഞു. എന്നിട്ട് അവനവിടെ നിൽക്കുക. എന്തിനാണ് നിന്നോട് പോകാൻ പറഞ്ഞിട്ട് നീ എന്നാ പോവാഞ്ഞേ? രണ്ടുപേരുടെ സമയം പോകാനോ? രണ്ടുപേരുടെ സമയം പോകാൻ വേണ്ടിയോ? ഇന്ന് ഇവന്മാർ ഇവിടെയാണ് മണി. കുറുക്ക് കണ്ടുപിടിച്ചുകൊണ്ട് രക്ഷപ്പെട്ടു. 5 മിനിറ്റിലാവില്ല. വഴി അറിയാമോ നമുക്ക്? ഇന്നലെ വന്ന വഴി അറിയാമോ?
കാട്ടുവഴി. റംബൂട്ടാൻ്റെയൊക്കെ അവിടെ പണി നടക്കുന്നുണ്ടല്ലോ. വളമിടുന്നതാണ്. വെള്ളം നമ്മുടെ കാണുന്നുണ്ട്, കരിഞ്ഞുണങ്ങി നിൽക്കുക. നീ എൻ്റെ വഴിയും കൂടെ തെറ്റിക്കാൻ നോക്കുവല്ലേ? കഴിഞ്ഞ് കാട്ടുകോഴിയൊക്കെ കറന്ന് വെച്ചാൽ കേട്ടോ. അടിപൊളി സ്ഥലമാണ്. ഫുള്ള് വനം പോലെ ചുറ്റിനും അപ്പുറത്തോട്ടാണ്, പക്ഷെ കാട്ടുകോഴിയൊക്കെ ഉണ്ട്. പിന്നെ ഈ ചൂടത്ത് എനിക്ക് അമ്മയുടെ പ്രൊട്ടക്ഷൻ ആണ് മക്കളുടെ പ്രൊട്ടക്ഷൻ. അല്ലല്ല, മക്കളുടെ എന്തോ സാധനം. അപ്പൊ അവിടെ വരുന്ന വരുമോ ഒന്ന് പാമ്പിനെ കണ്ട് ഓടിച്ചിട്ട് വരാമോ പ്ലീസ്? അവിടെ വരെ കൊടുത്താ ചെയ്യാനാണ് ഞാൻ ഇങ്ങനെ നോക്കി. കോയേ അതിലൂടെ ഒന്ന് വഴിമാറി പോവാണെങ്കിൽ ഞാൻ ആ വഴി ഇങ്ങനെ പോയേക്കായിരുന്നു. ആരുമില്ല. അങ്ങനെയല്ല, വല്ലോ ഉണ്ട്. ഞാൻ പറഞ്ഞില്ല ഉണ്ടെന്ന്. എന്നത് അത് കാറ്റ് വന്നപ്പോ പിന്നെ അങ്ങോട്ട് ഇങ്ങനെ പോയായിരുന്നു. എന്താ അത് പൊക്കാമ വാ സത്യം ഞാൻ പറയും, ഈ സമയത്താണ് ഇല്ലവൻ വെള്ളം കുടിക്കാൻ വേണ്ടി ഇറങ്ങുന്നത്. പക്ഷെ ഒരാൾ അങ്ങനെ പോയിരുന്നു. ഞാൻ നീ പേടിക്കണ്ടല്ലോ നോക്കി പറഞ്ഞു. നീ വാ. പിന്നെ പേടി എഴഞ്ഞു പോകാൻ പറയത്തില്ലേ? വാ. എന്നത് ആരാണ് എന്നെ പേടിയാടി നിനക്ക്? എന്തായാലും കൊള്ളാം. ഇതിലെ കൂടെ സത്യം പറഞ്ഞാൽ പോയാൽ മതിയായിരുന്നു. പെട്ടെന്ന് നിങ്ങളുടെ സ്കൂളിലാണ്, പഴയ സ്കൂളിൽ. ഓ വേണ്ട, ചിലപ്പോൾ ഇതിവിടെ അതിനേക്കാളും മൂത്ത സാധനങ്ങളോടെ കാണും. വെറുതെ തന്നെ തന്നെ. ഇതിപ്പോൾ ചേരയല്ലേ, മറ്റേ മൂർക്കനൊക്കെ ആയിരിക്കും. ഗ്രാമസഭയുണ്ട്. കഴിഞ്ഞ ദിവസം പോയത് ശാമ്പുവിടെയൊക്കെ വയോജനങ്ങളുടെയും ഭിന്നശേഷിക്കാരുടെയും ഗ്രാമസഭയ്ക്കാണ് കഴിഞ്ഞ പ്രാവശ്യം പോയത്. ഈ പ്രാവശ്യം പോകുന്നത് സാധാരണ ഗ്രാമസഭയില്ലേ, ഞങ്ങളുടെ 5-ാം വാർഡിലെ. എല്ലാ തവണയും ഗ്രാമസഭയ്ക്കൊക്കെ പോകുന്നുണ്ട്, വല്ല കാര്യമുണ്ടോ? ഈ പ്രാവശ്യം പോയേക്കാം. അയ്യോ,
എന്തോ സംഭവം മറന്നായിരുന്നല്ലോ. നമ്മുടെ അവിടെയാണ് വെള്ളമില്ലാതെ കഷ്ടപ്പെടുന്നത്. വെള്ളം പോകുന്നുണ്ട്, കണ്ടിട്ട് സങ്കടം വരും. വെള്ളത്തിൻ്റെ ബുദ്ധിമുട്ട് അറിയാവുന്നവർക്ക് ഇതിൻ്റെ വിഷമം മനസ്സിലാകത്തുള്ളൂ. നാരായണിയുടെ പഴയ സ്കൂൾ അവിടെ വെച്ചാണ് ഗ്രാമസഭ. എല്ലാ പ്രാവശ്യം അവിടെ വെച്ച് തന്നെ. അവിടെയാണല്ലോ. LP സ്കൂളിൽ വെച്ചാണ്. നാരായണി ഇവിടെ 2ാം ക്ലാസ് തൊട്ടാണ് പഠിക്കാൻ തുടങ്ങി. ഇവിടെ 4 വരെ പഠിച്ചു. ഇവിടെ 5 വരെ, അല്ല 5 തൊട്ട് 10 വരെ ആൾക്കാരൊക്കെ ഉണ്ട്. വെള്ളത്തിൻ്റെ കാര്യം പറഞ്ഞ് മടുത്തു. എനിക്കിനി വയ്യ, ഒന്ന് പറയണം. ആവശ്യം നമ്മുടെ അല്ലേ. ഗ്രാമസഭയും കഴിഞ്ഞ് വെള്ളത്തിൻ്റെ കാര്യങ്ങൾ ഞാൻ പറയുകയും ചെയ്തു. ശരിയാക്കാമെന്നാണ് അവർ പറയുന്നത്. കഴിയുന്നവരെല്ലാം ശ്രമിക്കും. ഈ ആഴ്ച കൂടെ ഒന്ന് ക്ഷമിക്കാൻ പറഞ്ഞിട്ടുണ്ട്. നമുക്കൊരു എന്താ പറയുക, 2 ബക്കറ്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് എന്താ പറയുക, തേച്ച് നടക്കാനെങ്കിലും കിട്ടുമല്ലോ എന്നുള്ളൊരു ആശ്വാസമുണ്ട്. നമുക്കത് മതി. ശരിയാവും. വിശ്വാസം ഇപ്പോൾ വരും. ഓട്ടോയ്ക്ക് വരുന്നത്. എന്നാൽ പിന്നെ ആ ഓട്ടോയ്ക്ക് തന്നെ കയറി പോകാമെന്ന് വെച്ചു. ഈ ഇടറോഡിപ്പോഴുള്ള വണ്ടിയുടെ വര ഒരു ഭയങ്കര വശം. കുറച്ച് സ്പീഡ് കുറച്ച് പേർക്ക് വന്നൂടെ. എവിടെ പോവാ? അച്ഛനിപ്പോൾ വരുവേ. എന്നാൽ ഓട്ടോ കയറി അങ്ങ് പോകാമല്ലോ എന്ന് ഓർത്താ. എവിടെ പോവാ? അതിൽ കൊടുത്തിട്ടുണ്ടോ? ഇങ്ങോട്ട് വെച്ചേച്ചാ. അയ്യോ എന്താ ഓക്കെ. ഞാൻ കയറി പോകാലോ എന്ന് ഓർത്തിട്ടായിരുന്നു. ഭയങ്കര വെയില്. അയ്യോ എന്നാ എടുത്തോ. എന്നാ വരാഞ്ഞേ. അതിനകത്ത് അതെ അതിന് ഇവിടെ തൊട്ട് അവിടം വരാക്കി. അല്ലേ ശരിയാകത്തില്ല. എന്നാ പറ്റി? എല്ലാം കിടന്ന് ഉറങ്ങുവാണോ? അത് അറിഞ്ഞില്ലേ? വന്നു അറിഞ്ഞു. മാറിക്കേ. ഒന്നും മേടിച്ചില്ല. എടി കുഞ്ഞേ, സിംബ പൊക്കെ കൂട്ടിപ്പോ എടി ഒന്നും മേടിച്ചില്ല. മാറിക്കേ. ഇല്ല പൊന്നാ. നാരായണി പിടിച്ചേ. ഇന്നത്തെ പണി ഏകദേശം കഴിഞ്ഞ് ഇനി ഒരു ദിവസം കൂടെ ഉള്ള പണിയേ കാണത്തുള്ളൂ. ഇവിടത്തെ മിക്കവാറും ഒന്നും പറയാൻ പറ്റത്തില്ല. എന്നാലും ഒരു ദിവസത്തെ പണി കൂടെ ഇവിടെ കാണും. അത് കഴിഞ്ഞുണ്ട്. പിന്നെ അത് കുറച്ച് കഴിഞ്ഞിട്ടാണ്, തേപ്പൊക്കെ കഴിഞ്ഞിട്ടാണ്.
കഴിക്കാനല്ല ഞാൻ തന്നേക്കുന്നേ. ചോറിന്റെ കൂട്ടത്തിന് ഇളക്കി ഞാൻ കഴിച്ചു കേട്ടോ. ഇളക്കി 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 എന്നില്ല. ഞാനതൊക്കെ ഉണ്ടാക്കുന്നത്. ഇറച്ചിക്കുള്ള എല്ലാ സാധനങ്ങളും ചേട്ടൻ എടുത്ത് വെച്ചിട്ട് പോയി. പൊടി സഹിതം ഉപ്പ് സഹിതം ഒരു പാത്രത്തിലാക്കി വെച്ചിട്ട് പോയി. ബാക്കിയൊക്കെ ഞാൻ ചെയ്തതേ ഉള്ളൂ. പക്ഷെ എൻ്റെ ചിക്കന് വേണ്ടിയുള്ളത് ഞാൻ തന്നെയാണ് ചെയ്യുന്നത്. ഇട്ടാ ഷാമ്പൂ അവിടെ കുറേ ഞാൻ മസാല വന്ന് ഇറങ്ങുന്നത് എവിടെയാ? ആ ഓ എങ്ങനെ ഇരിക്കുന്നു? എവിടെയാ എങ്ങനെ ഇരിക്കുന്നത്? ഇട്ടിട്ടുണ്ടേ. ബാബാനെ ഉടക്കണത്. ഇതുണ്ടായിരുന്നു, പടുത പ്ലാസ്റ്റിക് ഉണ്ടായിരുന്നു. ആ അത് ശരി. ചേട്ടാ വന്നതല്ലേ ഞാൻ വിളിച്ചു. ചോറ് കാടി.